ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഒരു ബോട്ട് സ്റ്റോൺ ഗ്രനേഡ് ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഓണാവാത്ത കംപ്ലൈൻറ്റും അതേപോലെ തന്നെ ബാക്കപ്പ് ഇഷ്യൂസാണ്. നമുക്ക് ഹൈ വോളിയത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഓഫായി പോകുന്നൊരു കംപ്ലൈൻറ്റുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്നും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Power on. നമുക്ക് ആദ്യം ഇതിൽ റിമൂവ് ചെയ്യേണ്ടത് LNK ടൈപ്പ് സ്ക്രൂസ് ആണ് ഇതിലെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു LNK ഉപയോഗിച്ചിട്ട് ഇതിലെ സ്ക്രൂസ് എല്ലാം നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ക്യാപ്പാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ക്യാപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്യാപ്പും ഇതേപോലെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചാർജ് ചെയ്യുന്ന സൈഡിലെ പോർഷനാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് സ്ക്രൂ റിമൂവ് ചെയ്തതിന് ടോപ്പിലായിട്ടൊരു 4 ബുഷുകൾ വരുന്നുണ്ട്. ആ ബുഷുകൾ നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്ക്രൂവും കൂടെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൽ 4 സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് അതും കൂടെ റിമൂവ് ചെയ്യാം. അതേപോലെ അടുത്ത സൈഡ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഒരു ഡബിൾ സൈഡ് ഒരു ക്യാപ്പ് വരുന്നുണ്ട്, സ്റ്റിക്കർ ഉള്ളത്. അപ്പോൾ അത് നമുക്കൊരു ഓപ്പണിംഗ് ടൂൾ വെച്ചിട്ട് നമുക്കത് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കത് ക്രാക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ ഒരു 4 സ്ക്രൂ ഉണ്ടാവും. സെയിം ഓപ്പോസിറ്റ് സൈഡ് റിമൂവ് ചെയ്ത് അതേപോലത്തെ സ്റ്റാർ ടൈപ്പ് സ്ക്രൂ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്കിനി അതും കൂടെ റിമൂവ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലൊരു 4 സ്ക്രൂ ആണ് റിമൂവ് ചെയ്യേണ്ടത്. ഈ 2 സ്ക്രൂവും അതേപോലെ ഈ ഒരു സൈഡിൽ 2 സ്ക്രൂവും കൂടെ. അപ്പോൾ നമുക്ക് അതും കൂടെ ജസ്റ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു 3 കണക്ടറാണ് വരിക. ഒന്ന് മൈക്ക്, അതേപോലെ ബാറ്ററി കണക്ടർ, പിന്നെ ഒരു സ്പീക്കർ കണക്ടർ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആദ്യം ബാറ്ററി കണക്ടർ റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ബോർഡ് റിമൂവ് ചെയ്യാനായിട്ട് അതിനും ഒരു 2 സ്റ്റാർ ടൈപ്പ് സ്ക്രൂ വരുന്നുണ്ട്. അതും കൂടെ റിമൂവ് ചെയ്യാം. നമുക്ക് ബോർഡ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മൈക്കിൻ്റെ കണക്ഷനും ഡീസോൾഡർ ചെയ്യാം. അതേപോലെ നമുക്ക് ബോർഡിൽ 3 സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു IC ആണ് ഇതിൽ ചാർജിങ് IC ആയിട്ട് യൂസ് ചെയ്യണത്. സാധാരണ ചൈന ബോർഡിലൊക്കെ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് ഒരു 5 വാട്ടിൻ്റെ ഒരു ഓഡിയോ ആംപ്ലിഫയർ IC ആണ് ഈ കാണുന്നത്. അതേപോലെ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ IC ആയിട്ടുള്ള കൺട്രോൾ IC ആണ് ഈ കാണുന്നത്. ഇതിലാണ് ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ കംപ്ലയിൻറ്റ് ഓൺ ആവാത്തൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ സ്വിച്ച് പ്രസ് ആവുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ സ്വിച്ച് ഫുൾ ഡാമേജ് ആയിട്ടുണ്ട്. ഓവറായിട്ട് പ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്കിനി അത് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സ്വിച്ച് ഇതിൽ ഫിക്സ് ചെയ്യാം.
ഇതിലിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സ്വിച്ച് വളരെ ക്വാളിറ്റി കുറവുള്ളതാണ്. സാധാരണ ചൈന MP3 ബ്ലൂടൂത്ത് ബോർഡിലൊക്കെ വരുന്ന സെയിം സ്വിച്ചാണ്. അപ്പോൾ സ്വിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പഴയ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ സോൾഡർ ചെയ്യണമെന്ന് കൂടെ നോക്കാം. നമ്മൾ സ്വിച്ചൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ബോർഡ് അതിൽ ഫിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് മൈക്ക് സോൾഡർ ചെയ്യാം. മൈക്ക് സോൾഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പൊളാരിറ്റി മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തൊരു കംപ്ലയിൻറ്റ് ഇതിലുണ്ടായിരുന്നത് ബാക്കപ്പ് ഇഷ്യൂസ് ആണ്. നമുക്ക് ഹൈ വോളിയത്തിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഓഫായി പോകുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു. ബാക്കപ്പിൻ്റെ ഒരു മെയിൻ കാരണം ബാറ്ററി തന്നെ ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ബാറ്ററി നമുക്കൊരു 1.2 AH നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 2.6 AH ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് AH ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബാക്കപ്പ് ടൈം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ പഴയ ബാറ്ററിയിൽ കണക്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പ്രൊട്ടക്ഷൻ ബോർഡ് ഉണ്ട്. ആ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് നമ്മൾ പുതിയ ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് AH കൂടിയ ബാറ്ററി പൊതുവേ പവർ ബാങ്കുകളിലും അതുപോലെ ലാപ്ടോപ്പ് ബാറ്ററികളിലും അവൈലബിൾ ആണ്. നമുക്ക് ആ ബാറ്ററി വേണമെങ്കിൽ ഇതിലും യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ എല്ലാം ടൈറ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ പതർച്ച വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Your device is ready to pair. Minimum volume. Maximum volume. Adios, amigo. Powering off.